ഹലോ ഗൈസ്, നമുക്കിന്ന് വൺ ഡേയിൽ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി കറങ്ങി വരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാറിലാണ് കേട്ടോ പോയത്. അപ്പം വൈപ്പിനിൽ കാറ് എത്തിച്ച് അവിടെ നിന്ന് റോറോ ജങ്കാർ വഴി ഫോർട്ട് കൊച്ചിക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മുടെ കാറിന് 30 രൂപ ഒക്കെ ടിക്കറ്റ് ചാർജ് ആയിട്ടുള്ളൂ. അപ്പം ഓരോ ബൈക്ക് അങ്ങനെ ഓരോന്നിനും പല റേറ്റാണ്, എന്നാലും തുച്ഛമായ ഒരു റേറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജങ്കാർ വഴി ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത്. അതാകുമ്പോൾ നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും. റോഡിലെ ബ്ലോക്ക് അത്രയും ചുറ്റുമാറി കിട്ടും. അങ്ങനെ ഉച്ചയ്ക്ക് 12 മണിയായിട്ടോ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയത് കാരണം 12 മണിക്കാണ് വൈപ്പിലെത്തി. വൈപ്പിനിൽ നിന്ന് ജങ്കാറിൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ എടുത്തിട്ട് ഫോർട്ട് കൊച്ചിക്ക് പോവാം. അങ്ങനെ 2 രീതിക്ക് നമുക്ക് വേഗം എത്തിപ്പെടാൻ പറ്റും കേട്ടോ ഫോർട്ട് കൊച്ചിക്ക്. ഈ ജങ്കാറിലും വാട്ടർ മെട്രോയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് നല്ലോണം പോകാൻ പറ്റും കേട്ടോ. അപ്പം ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ജങ്കാറിലോ വാട്ടർ മെട്രോ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അത്രയും സമയം നമുക്ക് കാഴ്ചകളൊക്കെ കാണാനുള്ളതൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യം ഫോർട്ട് കൊച്ചിന്ന് ആദ്യം എത്തിയത് മട്ടാഞ്ചേരിക്കാണ് കേട്ടോ. മട്ടാഞ്ചേരി പോയിട്ടാണ് ഫോർട്ട് കൊച്ചിക്ക് പോയത്. അപ്പം ഫോർട്ട് കൊച്ചി വൈപ്പിനിൽ നിന്ന് ജങ്കാർ ഇറങ്ങി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മട്ടാഞ്ചേരി വന്നിട്ട് അവിടെ ആദ്യം പഴയന്നൂർ ഭഗവതി ക്ഷേത്രമുണ്ട്. അടുത്ത് തന്നെ നമ്മുടെ മട്ടാഞ്ചേരി പാലസ് ഉണ്ട്. പാലസിനുള്ളിൽ കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ടിക്കറ്റ് ചാർജ് 10 രൂപ എങ്ങാണ്ടാണ് ഒരാൾക്ക്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. കൊട്ടാരത്തിനുള്ളിൽ മ്യൂസിയമാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ കാണാനുള്ളതൊക്കെ ഉണ്ട്. അവിടെ വീഡിയോ ഒന്നും അലോഡല്ല, എന്നാലും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചരിത്രപരമായിട്ടുള്ള കുറേ അവശേഷിപ്പുകൾ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിനുള്ളിൽ വരച്ചു വെച്ചേക്കുന്ന ചുവർ ചിത്രങ്ങളാണ് കേട്ടോ. ഇതിന് പിന്നിൽ കുറേ കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിലെ ജനൽപ്പാളികൾ വഴി പുറത്തേക്ക് പോകുമ്പോൾ കാണുന്ന ഈ കുളത്തിലേക്കുള്ള വ്യൂ അതും നല്ല രസമുണ്ടായിരുന്നേ. അപ്പം പാലസിനുള്ളിലൊക്കെ കണ്ടിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പം തണൽ നല്ലോണം ഉണ്ട്. അപ്പോൾ അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇവിടുന്ന് നമ്മളിനി പോകാൻ പോകുന്നത് ജൂ ടൗണിലേക്കാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മതി. പക്ഷെ നല്ല റേറ്റൊക്കെയാണ്. ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ് അവർ ആ ഷോപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒത്തിരി ഷോപ്പും ഡ്രസ്സും ഒക്കെയുള്ള അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയുള്ള കുറേ ഷോപ്പ്. വൈകുന്നേരങ്ങളിലും നല്ല ഏർലി മോർണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഷോപ്പൊക്കെ ഓപ്പണാണ്, പക്ഷേ ആ ലൈറ്റും കാര്യങ്ങളും നല്ല തിരക്കുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ ഭംഗിയുള്ള നല്ല കുഞ്ഞു ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. റോഡിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് കണ്ട് നടക്കാനായിട്ട് ഇതുപോലുള്ള കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. സമയം അറിയത്തില്ല. ഇതിപ്പോൾ നട്ടുച്ച സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ചൂടൊന്നും ഇതൊക്കെ നോക്കി നടക്കുമ്പോഴേക്കും ആ ചൂടൊന്നും അറിയുന്ന പോലും ഉണ്ടാകത്തില്ല. അതിനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല ചൂടൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കണ്ട് നോക്കി വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ചൂടിൻ്റെ കാര്യമൊക്കെ അങ്ങ് മറന്നു പോകും. നമ്മളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ മട്ടാഞ്ചേരി പാലസിൻ്റെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ കാറിട്ടിട്ട് പാലസ് കണ്ടിറങ്ങി അവിടെ നിന്ന് നടന്നാണ് കേട്ടോ ജൂ ടൗണിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉണ്ടുള്ളൂ. അപ്പോൾ നടന്നാണ് വന്നേക്കണം. അപ്പം പോകുന്ന വഴിക്ക് തന്നെ ഒത്തിരി കടകളുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഡ്രസ്സുകളും പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ വെക്കുന്ന കുറേ കടകളുണ്ട്. കുറേ കഫറ്റീരിയ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ക്രാഫ്റ്റാണ് കേട്ടോ. ഒത്തിരി വെറൈറ്റി ഇതൊക്കെ കാണാൻ നല്ലൊരു വെറൈറ്റി സാധനങ്ങളായിട്ട് തോന്നുന്നില്ലേ? ഇതുപോലെയുള്ള കുറേ ഷോപ്പുകളുണ്ട് ജൂ ടൗണിലേക്ക് കയറുമ്പോൾ തന്നെ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഈ ലോക്കൊക്കെ കാണാനായിട്ട്. അതിൽ തന്നെ ഒരു വെറൈറ്റി ഡിസൈനൊക്കെ ചെയ്തിട്ട് ഒരു അടിപൊളി ലോക്ക്. പിന്നെ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ബോട്ടിൽ
സാമ്പ്രാണി, ഇതൊക്കെ കണ്ട് നടക്കുന്ന നല്ല രസമാണ് കേട്ടോ. നമ്മളൊന്നും മേടിച്ചില്ലെങ്കിൽ കൂടി നമ്മളതെല്ലാം കണ്ട് നടക്കാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇതിനൊക്കെ. പിന്നെ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ശനി ഞായറും ഹോളിഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. നമ്മളിപ്പോൾ വന്നത് ശനിയാഴ്ചയാണ്, അത് കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നെ ഇവിടെ അട്രാക്റ്റ് ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. ജൂ ടൗണിലേക്ക് നമ്മൾ നടക്കുന്ന സൈഡിൽ തന്നെ ഇതുപോലൊരു ആർട്ട് ഗാലറിയും പിന്നെ കഫറ്റീരിയൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലുള്ള നല്ല നല്ല പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു, വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം, എനിക്കാണെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടു ഇത് കാണാനായിട്ട്. ഇവിടെയും പിന്നെ പറയുന്ന പോലെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒന്നും അലോഡല്ല കേട്ടോ. അപ്പം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് വീഡിയോസൊക്കെ ഞാനിങ്ങനെ എടുത്ത് ചെറുതായിട്ട്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇത്തവണ വന്നപ്പോൾ സിനഗോഗ് കാണാൻ പറ്റിയിട്ടില്ല. സാധാരണ സിനഗോഗ് ഒരു ചർച്ച്, അതിനുള്ള കുറച്ച് മ്യൂസിയം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തവണ വന്നപ്പോൾ അവരുടെ എന്തോ പ്രെയറോ എന്തൊക്കെയോ ഉള്ളത് കാരണം അത് സിനഗോഗ് ക്ലോസ്ഡ് ആയിരുന്നു. ഒരു വാച്ച് ടവറും സിനഗോഗും ഉണ്ടായിരുന്നു. അപ്പോൾ സിനഗോഗിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല ഇത്തവണ വന്നപ്പോൾ. സാധാരണ വരുമ്പോൾ കയറാൻ പറ്റും. അവരുടെ എന്തെങ്കിലും ഹോളിഡേയ്സോ എന്തെങ്കിലുമൊക്കെ വിശേഷം നടക്കുന്ന ദിവസങ്ങളിൽ സിനഗോഗിനകത്ത് നമ്മുടെ ടൂറിസ്റ്റുകളെ അലൗഡ് അല്ല. എല്ലാം കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും 3 മണിയായി കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ വിശപ്പിൻ്റെ വിളി തുടങ്ങി. പിന്നെ നമ്മൾ തിരിച്ച് ഫോർട്ട് കൊച്ചി വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബീച്ചിലേക്കൊക്കെ പോയി. ഫുഡ് കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോയി. ഇതിപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് നടക്കുകയാണ് കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലുള്ള കടകളും കാര്യങ്ങളൊക്കെയാണിത്. ഇവിടെ അടുത്ത് തന്നെ ഫോർട്ട് കൊച്ചിയുടെ മെട്രോ സ്റ്റേഷനും ഇതിനടുത്ത് തന്നെയാണ്. ഇത് പിന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ, ഓപ്പൺ പാർക്കുണ്ട്. അവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പാർക്കും പിന്നെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. വൈകുന്നേര സമയത്ത് ഇവിടെ വരുന്നത്, നിങ്ങൾ ആരെങ്കിലും വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. രാവിലെ ഒരു ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മട്ടാഞ്ചേരി കുഴപ്പം വരില്ല. മട്ടാഞ്ചേരി പോയിട്ട് അവിടെ ഉള്ള എല്ലാം കണ്ടിട്ട് വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞ് 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ വെയിലൊക്കെ ഒന്ന് മാറി നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കാനും അങ്ങനെയൊക്കെ പറ്റും. അത് കാരണം വൈകുന്നേരം ഫോർട്ട് കൊച്ചി എത്തുന്നൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബീച്ചിലേക്ക് ഉള്ളിലേക്ക് പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇതുപോലെ നടപ്പാതെയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ
ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ ഒരു 2 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ലാസ്റ്റായിട്ടൊരു ചായയും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ വീഡിയോയ്ക്കൊക്കെ ഒരു ഹൈപ്പ് ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കൊക്കെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.